നമസ്കാരം. മേളകർത്താ രാഗം ക്ലാസ് പാർട്ട് 3. നമ്മൾ കഴിഞ്ഞ ദിവസം 9ാമത്തെ ചക്രം വരെയാണ് പഠിച്ചത്. ഇനി 10ഉം 11ഉം 12ഉം കൂടി ആകുമ്പോൾ ചക്രങ്ങളെല്ലാം തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓരോ രാഗങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഓരോ ചക്രത്തിൽ എങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പഠിക്കാം. അപ്പം ഇനി അടുത്തത് 10ാമത്തെ ചക്രമാണ്. 10ാമത്തെ ചക്രത്തിൻ്റെ പേര് ദിശി ദിക്ക് എന്ന് വെച്ചാൽ ദിശയും ദിക്കും കൂടെ ചേർന്നുള്ള 10 കോണുകളും എല്ലാം ആകുമ്പോഴാണ് ദിക്കുകളും കോണുകളും എല്ലാം കൂടെ ചേർന്നതാണ് ദിശി ദിക്ക് ചക്രം. അത് പറയുന്നത് ഒന്ന് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്ത് 4 നമുക്കറിയാം, 4 ദിക്കുകൾ. അതിൻ്റെ പിന്നെ തന്നെ ചേർത്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ദിക്ക് കോണുകളും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ എത്ര 8 ആവും. പിന്നെ ആകാശവും പാതാളം അങ്ങനെ 10 ആകുമ്പോഴത്തേക്കും അത് 10 ഭാഗങ്ങളായതുകൊണ്ട് അതിനെ ആ ചക്രത്തിന് ദിശി ദിക്കെന്ന് പേര് കൊടുത്തു. ഇനി 11ാമത്തെ ചക്രം. 11ാമത്തെ ചക്രം രുദ്രചക്രം. രുദ്രന്മാർ 11 പേരുണ്ട്, അതുകൊണ്ടാണ് രുദ്രചക്രം എന്ന് പേര് കൊടുക്കാൻ കാരണം. അവരുടെ പേരൊക്കെ എന്താണ്? അജ, ഏകപാദ, അഹിർബുധിനി, ദ്വാഷ, രുദ്ര, ഹര, ശംഭു, ത്രംബക, അപരാജിത, ഈശാന, ത്രിഭുവന. ഇങ്ങനെ രുദ്രന്മാർ 11 ആയതിനാൽ 11ാമത്തെ ചക്രത്തിൻ്റെ പേര് രുദ്രചക്രം. ഞാൻ ഒന്നും കൂടി പറയാം. അജ, ഏകപാദ, അഹിർബുധിനി, ദ്വാഷ, രുദ്ര, ഹര, ശംഭു, ത്രംബക, അപരാജിത, ഈശാന, ത്രിഭുവന. അങ്ങനെയാണ് 11 രുദ്രന്മാർ. അതുകൊണ്ട് 11ാമത്തെ ചക്രത്തിന് രുദ്രചക്രം എന്ന് പേര് കൊടുത്തു. ഇനി 12ാമത്തെ ചക്രം ആദിത്യ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദിത്യൻ്റെ പര്യായങ്ങളാണ് കുറേ പഠിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ അതെല്ലാം ആദിത്യൻ്റെ പര്യായങ്ങളല്ല സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 12 ആദിത്യന്മാരുണ്ട്. നമ്മൾ ആദിത്യൻ്റെ പര്യായമായിട്ടാണ്, സൂര്യൻ്റെ പര്യായമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണല്ലോ സംഗീതത്തിൽ പറയുന്നത്, ഇതിൽ പറയുന്നത്, പുസ്തകത്തിൽ ദക്ഷിണേന്ത്യ സംഗീതത്തിലും പണ്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് 12 സൂര്യന്മാരുണ്ടെന്നാണ്. അത് 12 മിത്ര, രവി, സൂര്യ, ഭാനു, കോക, ഭ്രമ, ഹിരണ്യഗർഭ, മരീചി, ആദിത്യ, സവിത്ര, അർക്ക, ഭാസ്കര. നമ്മൾ പണ്ട് പര്യായമായിട്ടാണ് അർക്കനും ഭാസ്കരനും രവിയൊക്കെ സൂര്യൻ്റെ പര്യായമായിട്ടാണ് പഠിച്ചിട്ടുള്ളതല്ലേ, സൂര്യൻ്റെ സിനോണിം അല്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ സംഗീതത്തിൽ പറയുന്നത് 12 ആദിത്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും കൂടി പേര് പറയാം. മിത്ര, രവി, സൂര്യ, ഭാനു, കോക, വൃഷ, ഹിരണ്യഗർഭ, മരീചി, ആദിത്യ, സവിത്ര, അർക്ക, ഭാസ്കര. 12 അപ്പോൾ അതുകൊണ്ട് 12ാമത്തെ ചക്രത്തിന് എന്ത് പേര് കൊടുത്ത്? ആദിത്യ. ഓക്കെ. ഇനി ഇതെല്ലാ ചക്രവും കൂടി നമുക്കൊന്ന് പറയാം. ഇന്ദു, നേത്ര, അഗ്നി, വേദ, ബാണ, ഋതു, ഋഷി, വസു, ബ്രഹ്മ, ദിശി, രുദ്ര, ആദിത്യ. ഇതെല്ലാം കേട്ട് എല്ലാവരും പഠിക്കണം. കാരണം നിങ്ങളിപ്പോൾ ഒരു സംഗീതം പഠിക്കാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അറിവൊന്നും കിട്ടത്തില്ല. കാരണം കുറച്ച് സമയമല്ലേ സംഗീതം പഠിക്കാനുള്ളൂ. അപ്പോൾ അവർ മാക്സിമം സംഗീതം തിയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല. അതേസമയം സംഗീത കോളേജിൽ പോകുന്നവർക്കാണ് പരീക്ഷ എഴുതാൻ വേണ്ടി തിയറിയില്ല. ഇത് നിങ്ങളും സംഗീതം പഠിക്കുന്ന കുട്ടികളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗീതത്തെപ്പറ്റി നല്ല വിവരം ഉണ്ടായാൽ നിങ്ങൾ നാളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ തിയറിയും കൂടെ പഠിച്ചാൽ മാത്രമേ സംഗീതം പൂർണ്ണമാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറേ വർഷങ്ങളായി ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും എഴുതി വെക്കുകയൊക്കെ ചെയ്താൽ നോട്ട്ബുക്കിൽ ഇങ്ങനെ കുറേ എഴുതി വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പല കുട്ടികൾക്ക് ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ആ നോട്ട്ബുക്കിൽ നിന്ന് ഒന്നേന്ന് പകർത്തി എഴുതിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ ഇടുന്നത്. എത്ര ജോലി ചെയ്യണം നോക്ക്. അപ്പം നിങ്ങളെല്ലാവരും പഠിക്കണം. എനിക്കതാണ് സന്തോഷം. എല്ലാവരും എല്ലാം പഠിക്കണം. ആകട്ടെ. നമസ്കാരം.